ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന ആദ്യപാദ സെമി ഫൈനൽ പോരാട്ടത്തിന് വേണ്ടി FC ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ഇറ്റാലിയൻ കരുത്തരായ ഇന്റർ മിലാനാണ്. ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 FC ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ബാഴ്സ നിലവിൽ മികച്ച ഫോമിലാണ് കളിക്കുന്നത്. എന്നാൽ ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അങ്ങനെയല്ല. അവസാനത്തെ 4 മത്സരങ്ങളിൽ അവർക്ക് വിജയങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും FC ബാഴ്സലോണയുടെ ഒരു പോസിബിൾ ലൈനപ്പ് എങ്ങനെയാവും? സ്പാനിഷ് മാധ്യമമായ ഡയാരിയോ എസ് അത് പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് കഴിഞ്ഞ എൽ ക്ലാസിക്കോ മത്സരത്തിൽ ഇറങ്ങിയ അതേ 11 തന്നെ ഇറക്കാനാണ് ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാണ് ഡയാരിയോ എസ് പറഞ്ഞിട്ടുള്ളത്. അലജാൻഡ്രോ ബാൽഡെ ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ സ്റ്റാർട്ടിംഗ് 11-ൽ അദ്ദേഹം ഉണ്ടാവില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ബാഴ്സയുടെ ഗോൾ കീപ്പർ പൊസിഷനിൽ ഷെസ്നി തന്നെയായിരിക്കും. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെൻട്രൽ ബാക്കുമാരായിക്കൊണ്ട് ഇനീഗോയും കുബാർസിയും ഉണ്ടാകും. അതുപോലെ തന്നെ വിങ് ബാക്കുമാരായിക്കൊണ്ട് ബാൽഡയുടെ സ്ഥാനത്ത് ജെറാർഡ് മാർട്ടിൻ ആയിരിക്കും. അതുപോലെ തന്നെ ഹൂൾസ് കൂണ്ടെ അവിടെയുണ്ട്. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡിയോങ് ഉണ്ട്, ഡാനി ഓൽമോയുണ്ട്, അതുപോലെ തന്നെ പെഡ്രി ഉണ്ട്. ഇനി മുന്നേറ്റ നിരയിൽ റഫീഞ്ഞയും ലാമിൻ യമാലും വിംഗർമാരായിക്കൊണ്ട് ഉണ്ടാകും. ഫെറാൻ ടോറസ് ആണ് സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുക. നമുക്കറിയാം റോബർട്ട് ലെവൻഡോസ്കി പരിക്കിന്റെ പിടിയിലാണ്. ഇങ്ങനെയാണ് FC ബാഴ്സലോണയുടെ ഒരു സാധ്യത 11 വരുന്നത്. കഴിഞ്ഞ ഫൈനൽ മത്സരത്തിൽ റയലിനെ തോൽപ്പിച്ച ആ ഒരു കോൺഫിഡൻസിലാണ് ബാഴ്സലോണ ഈ മത്സരത്തിന് വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.